കൊച്ചിയിൽ പരീക്ഷ എഴുതി മടങ്ങിയ കുട്ടിയെ കാണാതായെന്ന് പരാതി. ഇടപ്പള്ളി അൽ അമീൻ സ്കൂളിൽ പരീക്ഷ എഴുതി മടങ്ങിയ മുഹമ്മദ് ഷിഫാനെയാണ് കാണാതായത്. CCTV കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇടപ്പള്ളി ലുലു മാളിന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഷീന ചേരുന്നുണ്ട്. ഷീന, കുട്ടിയെ ഇപ്പോൾ കാണാതായിട്ട് മണിക്കൂറുകളായി. ഏറ്റവും ഒടുവിലായിട്ട് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അഞ്ജലി, ഏകദേശം 9 മണിയോടുകൂടിയാണ് കുട്ടി എക്സാം എഴുതാനായി സ്കൂളിലേക്ക് എത്തിച്ചേരുന്നത്. 9:30 തന്നെ കുട്ടി പരീക്ഷ എഴുതി തീർത്തതായാണ് ഇപ്പോൾ അച്ഛൻ നമ്മളോട് പറഞ്ഞത്. അതായത് അരമണിക്കൂർ സമയം മാത്രമാണ് കുട്ടി പരീക്ഷ എഴുതാൻ എടുത്തത്. അതിനുശേഷം ഈ അരമണിക്കൂർ കഴിഞ്ഞ് പേപ്പർ ടീച്ചറുടെ കയ്യിൽ ഏൽപ്പിച്ച് കുട്ടി ക്ലാസ്സിൽ നിന്നും എഴുന്നേൽക്കുകയായിരുന്നു. അപ്പോൾ ടീച്ചർ പേപ്പർ തിരിച്ചും മറിച്ചും നോക്കിയിരുന്നു. അപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഈ കുട്ടി ക്ലാസ് മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതിനുശേഷമാണ് ഈ കുട്ടിയെ കാണാതാകുന്നത്. ഏകദേശം 9:30 കുട്ടി എടപ്പള്ളിക്ക് അടുത്തുള്ള സ്കൂളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതിനുശേഷമാണ് ഈ കുട്ടിയെ കാണാതാകുന്നത്. ഏകദേശം 2 മണി വരെ കുട്ടി വീട്ടിലെത്തുമെന്ന് കരുതി അച്ഛൻ കാത്തിരുന്നു. 3 മണിയായിട്ടും കുട്ടി വീട്ടിലെത്താത്തതിനെ തുടർന്നാണ് കുടുംബം എളമക്കര പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുന്നത്. അതിനുശേഷമാണ് പോലീസ് അന്വേഷണവും ആരംഭിക്കുന്നത്. പോലീസ് ആദ്യഘട്ടത്തിൽ അന്വേഷണം ആരംഭിച്ചത് ഈ നഗരത്തിലെ പ്രധാനപ്പെട്ട CCTV കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ എല്ലാ കടകളിലെയും CCTV കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ആ അന്വേഷണത്തിലാണ് പോലീസിന് ഇപ്പോൾ ഒരു CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ആ കുട്ടിയുടെ കൂടെ ഒരു പെൺകുട്ടി കൂടി ഉണ്ടല്ലോ. അതുതന്നെയാണ് അഞ്ജലി, ഈ കുട്ടിയേക്കാൾ പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയെ കൂടെ കണ്ടു എന്നാണ് പോലീസ് പറയുന്നത്. അത് തന്നെയാണ് പോലീസിൽ ഒരു ചെറിയ സംശയവും ഉണ്ടാക്കിയത്. അതിനുശേഷം കുട്ടി പിന്നീട് ലുലു മാളിൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നു. മെട്രോയിൽ നിന്നും ലുലു മാളിൻ്റെ മുൻവശത്തു നിന്നുമുള്ള ക്യാമറയിൽ നിന്നും CCTV ക്യാമറകളിൽ നിന്നും എല്ലാം തന്നെ ദൃശ്യങ്ങൾ ശേഖരിച്ചു. അതിനുശേഷം പിന്നീട് കുട്ടിയെ കാണാൻ പിന്നീട് അങ്ങോട്ടേക്കുള്ള CCTV ദൃശ്യങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. ആ CCTV ദൃശ്യങ്ങളും ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നീട് കുട്ടിയെ കണ്ടതായി, അതായത് ഈ പരാതി വന്നതിന് ശേഷം ഇത്തരത്തിലൊരു കുട്ടിയെ കാണുവാനില്ല എന്ന തരത്തിലൊരു പോസ്റ്റർ ഇറക്കുകയും ആ പോസ്റ്റർ കണ്ടതിന് ശേഷം കുട്ടിയെ കണ്ടതായി സംശയിക്കുന്നത് വാഴക്കാലയിലെ ബസ് ജീവനക്കാരാണ്. ഏകദേശം 11:40 വാഴക്കാലയിൽ കുട്ടി എത്തിയതായി ജീവനക്കാർ പറയുന്നു. പക്ഷേ ജീവനക്കാർക്ക് അപ്പോഴും ഒരു സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്നുള്ളത്, ഈ കുട്ടിയുടെ കയ്യിൽ ഈ ബാഗ് ഉണ്ടായിരുന്നില്ല. ലുലു മാളിൻ്റെ മുൻപിൽ നിന്ന് കണ്ടപ്പോൾ ആ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമായി കാണാം, ആ കുട്ടിയുടെ കയ്യിൽ ഒരു കറുത്ത ബാഗ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ബാഗ് വാഴക്കാലയിൽ എത്തിയപ്പോൾ കാണുന്നില്ല. എന്ന് മാത്രമല്ല ഈ പെൺകുട്ടിയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ കുട്ടിയോട് എവിടേക്കാണ്, നീ ഒറ്റയ്ക്കാണോ ഉള്ളൂ എന്നൊക്കെ പോലീസുകാർ ബസ് ജീവനക്കാർ ചോദിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം ഈ കുട്ടിയെ മൂവാറ്റുപുഴ ഇറക്കി വിട്ടതായും ജീവനക്കാർ പറയുന്നുണ്ട്. പക്ഷേ ആ CCTV ദൃശ്യങ്ങളും ഇതുവരെ ലഭ്യമായിട്ടില്ല. CCTV ദൃശ്യങ്ങൾ ലഭിച്ചാൽ മാത്രമേ ഷിഫാൻ തന്നെയാണോ ആ ബസ്സിൽ യാത്ര ചെയ്തത് എന്നുള്ളതിൻ്റെ കൂടുതൽ വിവരങ്ങളും ലഭിക്കുകയുള്ളൂ. എന്ന് തന്നെയായാലും കൂടുതൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാ കടകളിലെയും ഈ എടപ്പള്ളി ഭാഗത്തും ലുലുവിന് അപ്പുറവുമുള്ള മറ്റ് കടകളിലെ CCTVകൾ പരിശോധിച്ച് വരികയാണ്. ആ CCTVയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. ആ ദൃശ്യങ്ങൾ ലഭ്യമായതിനു ശേഷം മാത്രമാണ് കുട്ടി എങ്ങോട്ടേക്കാണ് പോയത്, ഏത് ദിശയിലേക്കാണ് പോയത് എന്നുള്ളതിനെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ധാരണ ലഭിക്കുകയുള്ളൂ. പ്രാഥമിക വിവരം പോലീസിന് ലഭിച്ചിരുന്നത് തിരുവനന്തപുരത്താണ് കുട്ടിയുടെ അച്ഛൻ്റെ വീട്. ആ വീട്ടിലേക്ക് പോയേക്കാം എന്നുള്ളൊരു സംശയമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബം ആദ്യം അന്വേഷിച്ചതും ഏറ്റവും അടുത്ത് പോകാൻ സാധ്യതയുള്ള കുടുംബങ്ങളിലൊക്കെ തന്നെയായിരുന്നു. പക്ഷേ അവിടെ എവിടെയും കുട്ടി എത്തിയിട്ടില്ല എന്ന് അറിഞ്ഞതിൽ പിന്നെയാണ് ഇത്തരത്തിലൊരു CCTV കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചത്. അഞ്ജലി. ശരി ഷീന, വ്യക്തമാണ്.